أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ സൂറത്തു ആല് ഇമ്രാൻ 64 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. എത്ര പെട്ടെന്നാണല്ലേ ആയത്തുകൾ ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മൾ അറിയുന്നുണ്ട് ആ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നത്, നമ്മൾ ആയത്തുകൾ പഠിക്കുന്നതൊക്കെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാനും പഠിച്ചത് മറക്കാതിരിക്കാനും പഠിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മരണം വരെ അത് നിലനിർത്താനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ഞാൻ ഇന്നത്തെ പോസ്റ്റിൻ്റെ കൂടെ ഒരു ഹദീസ് ഇട്ടിട്ടുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് അല്ലേ. അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അവൻ്റെ പ്രത്യേകക്കാർ അല്ലേ. അവൻ്റെ കുടുംബക്കാർ ആരാന്നവർ? അള്ളാഹുവിൻ്റെ അഹ്ലുൽ ഖുർആൻ അല്ലേ. അഹ്ലുൽ ഖുർആനിൻ്റെ ആൾക്കാരാണ് ആര്? അള്ളാഹുവിൻ്റെ കുടുംബക്കാർ. അപ്പം അൽഹംദുലില്ലാ, നമുക്ക് ഈ ദുനിയാവിൽ ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ അവസരം അള്ളാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നാളെ പരലോകത്ത് അവൻ്റെ ആ കുടുംബക്കാരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അപ്പം വെറുതെ നമ്മൾ കേട്ട് പോകുന്നതിൽ അപ്പുറത്തേക്ക് പഠിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു എളുപ്പാക്കി തരും. തീർച്ചയായും പഠിക്കാൻ കഴിയും കേട്ടോ. ആരും കഴിയൂല എന്ന് വിചാരിക്കേണ്ട. ഒരാൾക്ക് ചിലപ്പോൾ 5 തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചില ആൾക്കാർക്ക് 10 തവണ വായിച്ചാൽ മനസ്സിലാവും. ചില ആൾക്ക് 15 തവണ വായിക്കേണ്ടി വരും. ചില ആൾക്ക് 25 തവണ വായിക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് 100 തവണ വായിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് എത്ര തവണ വായിച്ചാലാണോ നമുക്ക് മനസ്സിലാക്കുക, അത്രയും തവണ നമ്മൾ വായിക്കണം. അത്രയും തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓതുക. അപ്പം നമ്മൾ പഠിച്ചോളും. അറിയാതെ നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെ നമ്മൾ ആവർത്തിച്ചുള്ള പാരായണം തീർച്ചയായും നമുക്കത് പഠനത്തിന് നമ്മളെ എളുപ്പമാക്കി തരും. തീർച്ചയായും അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കരുത്. കൃത്യമായ റിവിഷൻ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചത് നമ്മളറിയാതെ അതങ്ങനെ എവിടേക്കോ അങ്ങ് ഒഴുകിപ്പോവും. പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടൂല. ഞാൻ അതെല്ലാം പഠിച്ചതാണല്ലോ റബ്ബേ, നമുക്ക് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെ വിചാരിച്ച് സങ്കടപ്പെടേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് റിവിഷൻ നമ്മൾ മുടങ്ങരുത്. അലസത, മടി ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമ്മളെ പിടികൂടാൻ പാടില്ല. നല്ല കുട്ടികളായിട്ട് നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ റിവിഷൻ കൃത്യമായി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മറന്നു പോകുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കും. പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതിനേക്കാളും എളുപ്പമാണ് മറക്കാൻ. അപ്പം അതുകൊണ്ട് ആരും അലസത കാണിക്കാതെ നല്ല ഉത്സാഹത്തോടെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫലസ്തീനും ഇസ്രായേലും അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ജൂതന്മാരും ഏതാണെന്നൊന്നും ചില ആൾക്കാർക്ക് അറിയില്ല, അവിടെ എന്താ സംഭവിക്കുന്നൊന്നും അല്ലേ. സത്യത്തിലില്ലേ, സൂറത്തുൽ ബഖറ പഠിക്കുന്ന ആൾക്കാർക്ക് ജൂതന്മാരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കൃത്യമായൊരു ചിത്രം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അവരുടെ കൃത്യമായൊരു ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആരാണ് ഈ ജൂതന്മാർ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് ഖുർആൻ നമ്മൾ വെറും കേവല പാരായണത്തിന് മാത്രം, ഒരു ഇബാദത്ത് പാരായണം മാത്രം ആക്കിയിട്ട് ഒതുക്കാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഓരോരുത്തരും തയ്യാറാകുക, മുന്നിട്ട് വരിക. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. പിന്നെ ഇന്ന് എടുക്കാനുള്ളത് 65-ാമത്തെ ആയത്താണല്ലേ. നമുക്ക് ആയത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون ها أنتم هؤلاء حاجزتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين ഇപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അഹ്ലൽ കിതാബ് അല്ലെ, വേദക്കാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നു. കുറച്ച് തൊട്ട് മുമ്പുള്ള ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായില്ലേ, ഖുൽ യാ അഹ്ലൽ കിതാബ്, നബിയെ പറയുക അല്ലെ, വേദക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു കാര്യത്തിലേക്ക് വാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല, അവനിൽ യാതൊരു പങ്കാളിയും ഇല്ല, അവന് പുറമെ ഒരു ഇലാഹുകൾ അള്ളാഹുവിന് പുറമെ സ്വീകരിക്കാനും പാടില്ല എന്നുള്ള നിലക്ക് ആ ഒരു ആ ഒരു സിദ്ധാന്തത്തിലേക്ക് എല്ലാവരും വാ എന്നവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടില്ലേ. നമ്മളത് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി. അറ്റ്ലീസ്റ്റ് അല്ലേ, അവർ ആ ഇസ്ലാമിൻ്റെ ആ ഒരു ഏകദൈവ തത്വത്തിലേക്കെങ്കിലും, കാരണം അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ആ രൂപത്തിൽ. അപ്പം എന്നിട്ട് വീണ്ടും അഹ്ലൽ കിതാബിനെ വിളിച്ചിട്ട് പറയുന്നല്ലേ, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ. ആരാണ് ഈ വേദക്കാര് അല്ലേ? ആരാ വേദക്കാരെന്ന് പറഞ്ഞാൽ? വേദക്കാര് വേദഗ്രന്ഥം നൽകപ്പെട്ട മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അല്ലേ. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഈ വേദക്കാരിൽ ഉൾപ്പെടും. സത്യത്തിൽ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ജബൂറിൻ്റെയും ഒക്കെ ആൾക്കാരെയാണ് അല്ലാഹു തആല വേദക്കാരെ എന്ന ആ ഒരു അഭിസംബോധനയോട് കൂടി പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇതേ അഭിസംബോധന നമുക്ക് സൂറത്തുൽ ബഖറയിലും ഒരുപാട് തവണ നമുക്ക് കാണാൻ സാധിക്കും, അഹ്ലുൽ കിതാബിനെ കുറിച്ചിട്ട്. എന്നിട്ട് ഇവിടെ അല്ലാഹു തആല അവരോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ലിമ തുഹാജൂന, നിങ്ങൾ എന്തിനാണ് എന്തിനാ തുഹാജൂന, നിങ്ങൾ ന്യായവാദം നടത്തുന്നത്? ഹാജ നമ്മൾ കേട്ടതാണല്ലേ, ഈ വാക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് വന്നതാണ്. ലിമ തുഹാജൂന, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തർക്കം നടത്തുന്നത്? ഫി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ന്യായവാദം നടത്തുന്നത്, തർക്കം നടത്തുന്നത്? വമാ ഉൻസിലത്തി തൗറാത്ത് വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി, വമാ ഉൻസിലത്ത് ഇറക്കപ്പെട്ടിട്ടില്ല അല്ലേ, തൗറാത്തും വൽ ഇഞ്ചീലും തൗറാത്തും ഇറക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷമല്ലാതെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷമാണ് തൗറാത്ത് ഇഞ്ചീലൊക്കെ ഇറക്കപ്പെട്ടത് അല്ലേ. അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവരെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാദിക്കുന്നത് അല്ലേ. ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാദം നടത്തുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കാൻ കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? തൗറാത്ത് ഇഞ്ചീലൊക്കെ നമുക്കറിയാം അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരാളാണ്. അവര് വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അവരുടെ അവരുടെ ക്രമങ്ങൾ സ്വീകരിച്ച ആളായിരുന്നു എന്ന്. ഇത് ജൂതന്മാരും വാദിക്കും, ക്രിസ്ത്യാനികളും വാദിക്കുന്നു.
അബ്രഹാം എന്നുള്ള നിലക്ക് അല്ലേ. നെജ്റാനിൽ വന്ന വന്ന ആ ക്രിസ്തീയ വേദക്കാരുണ്ടല്ലോ, ആ നിവേദ സംഘം, അവരും പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വിഷയത്തിൽ എന്താക്കിയിട്ടുണ്ടായിന്, പിന്നെ തർക്കം നടത്തിയിട്ടുണ്ടായിരുന്നു, വാദം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു താല ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൗറാത്ത് ഇഞ്ചീലൊക്കെ എപ്പോൾ ഇറക്കീന് അതൊന്ന് ചിന്തിക്ക് അല്ലേ. ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളായ ഇസ്മായിലും ഇസ്ഹാഖും ഇല്ലേ, അതിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ പുത്രനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതി പരമ്പരക്കാന്ന് എന്ത് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് അല്ലേ. ആ ജനതയിൽപ്പെട്ട പ്രവാചകനാണ് ആര്, മൂസാ നബി അലൈഹി സ്വലാമും. അതിനുശേഷം വന്നതാണ് ആര്, ഈസാ നബി അലൈഹി സ്വലാം അല്ലേ. എത്രയോ തലമുറക്ക് ശേഷമാണ് ആര് വരുന്നത്, മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തും ഈസാ നബി അലൈഹി സ്വലാം ഇഞ്ചിയിലും കൊണ്ട് വരുന്നത് അല്ലേ. ശരിക്കും മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം, പിന്നെ അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ വരവോട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു ജൂതന്മാർ എന്ന ഒരു വേറെ തന്നെ ഒരു വിഭാഗം ഉടലെടുക്കുന്നത്. എന്താ പറഞ്ഞാൽ അവര് പിന്നെ മൂസാ നബിക്ക് അവതരിച്ച തൗറാത്തിൽ പിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അതായത് അവരെന്താ ചെയ്തത് നമുക്കറിയാലോ, ഇത് ഒരുപാട് നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. അതിലൊരുപാട് കൂട്ടിക്കടത്തലുകൾ ചേർത്തി സ്വന്തം ഇഷ്ടപ്രകാരം അവരിലെ പുരോഹിതന്മാർ അതിനൊരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി. അങ്ങനെ പിന്നെ തൗറാത്തിന്റെ എന്താ പറയുക, അനുയായികൾ എന്ന് പറയുന്ന അവർ യഥാർത്ഥ തൗറാത്തിനെ ഫുൾ മാറ്റം വരുത്തി അല്ലേ. എന്നിട്ട് അവർ തൗറാത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നത്. അവര് ഒരിക്കലും അംഗീകരിച്ചില്ല ആരെ, ഈസാ നബി അലൈഹി സ്വലാമിനെ. ഈസാ നബി അലൈഹി സ്വലാം പിന്നെ അവർ പറഞ്ഞത് എന്താണ്, വ്യഭിചാരപുത്രനാണ് അല്ലേ, പിന്നെ ജാലവിദ്യക്കാരനാണ്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അതോടുകൂടിയാണ് രണ്ട് വിഭാഗങ്ങൾ ഉടലെടുക്കുന്നത്. അതായത് ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആൾക്കാർ ക്രിസ്ത്യാനികളായും അദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാർ ജൂതന്മാരും. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ അങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് അല്ലെ. സത്യത്തില് ഇവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്തിന് ശേഷം ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെ അവതരണവും ഈ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് അല്ലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ ഇവര് വാദിക്കുന്നത്, തർക്കിക്കുന്നത്? അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് അല്ലാഹു തആല ഇവിടെ തെളിയിച്ചു തരികയാണ്. കാരണം എന്താ പറയുന്നത്, അള്ളാഹ് ചോദിക്കാനല്ല, അഫലാ തഖിലൂൻ, അല്ലെ നിങ്ങളെന്താ ചിന്തിക്കുന്നില്ലേ അല്ലേ, ചിന്തിക്കുന്നില്ലേ? പിന്നെ ഇവരെ കാര്യം എന്ന് വെച്ചാല് അള്ളാഹു തആല പറയുന്നുണ്ടല്ലേ, ഹാ അൻതും ഹാ ഉലായി ഹാജത്തും ഫീമാ ലക്കും ബിഹി ഇൽം ഫലിമ തുഹാജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇവര് അറിയുന്ന വിഷയത്തിലും തർക്കം നടത്തുന്ന ആൾക്കാരാണ്. ഈ അറിയാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിനാ തർക്കം നടത്തുന്നത് എന്നുള്ള ചോദിക്കുന്നവരോട്. ഹാ അൻതും അല്ലേ, പിന്നെ നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങളെ കാര്യം, ഹാ ഉലായി ഇങ്ങനെയുള്ളവരാണ്. ആരാണ് അവര്? ഹാജത്തും നിങ്ങൾ എന്താക്കുന്നത്, ന്യായവാദം നടത്തുന്നു അല്ലെ, തർക്കം നടത്തുന്നുണ്ട്. ഫീമാ ഏതൊരു കാര്യത്തില്, ലക്കും ബിഹി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഉണ്ട്, ഇൽമ് അറിവ്, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങളെ തർക്കം നടത്തുന്നവരാണ് അല്ലെ. എന്നാൽ ഫലിമ എന്തിനാണ്, അപ്പൊ എന്തിനാ തുഹാജൂന നിങ്ങൾ ന്യായവാദം നടത്തുന്നത്, ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ എന്തിനാ തർക്കം നടത്തുന്നേ അല്ലേ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ അള്ളാഹു അറിയുന്നു, നിങ്ങൾക്കാകട്ടെ നിങ്ങൾക്ക് ഇതൊന്നും അറിയൂല. അറിയാത്ത കാര്യത്തിന് എന്തിനാ വെറുതെ തലയിടുന്നേന്ന് പറയൂലേ, അതുപോലെ നമ്മള് സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായില്ലേ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശ സാമ്യത ഉള്ള ഒരായത്ത് സൂറത്തുൽ ബഖറയിൽ 135 തോന്നുന്നുണ്ട്. 135 ആയത്ത് അല്ലേ. പിന്നെ അതിന് മുമ്പത്തെ ആയത്തിൽ എന്താ പറയുന്നത്, തിൽക ഉമ്മത്തുൻ ഖദ് അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ആ വൈദിബത്തല ഇബ്രാഹിം മുതൽ തുടങ്ങി പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ്
പിന്നെ യാക്കൂബ് നബിൻ്റെയും ഇസ്ഹാഖിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ അള്ളാഹു താല പറയുന്നുണ്ട്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത്ത് വലക്കും മാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അല്ലേ? ആ ഒരു ജനത അവർ കഴിഞ്ഞു പോയി. അല്ലേ? അവർക്ക് അവർ സമ്പാദിച്ചതുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതുണ്ട്. നിങ്ങളോട് അവരെ കുറിച്ച് എന്താക്കൂല, ചോദിക്കൂല. ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറയുന്നുണ്ട്. വഖാലു, അവർ പറയുന്നത് കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. നിങ്ങൾ ഒന്നുകിൽ യഹൂദരോ ക്രിസ്ത്യാനോ നസാറാക്കളോ ആയിക്കോളൂ, എന്നാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിച്ചേക്കാം. എന്നാൽ അള്ളാഹു താല പറയുന്ന വഖുൽ, പറയുക, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിമി മില്ലത്താണ് എന്ത്? ഏറ്റവും നേരായത്, ചൊവ്വായത്. അല്ലേ? അതിൽ അദ്ദേഹം എന്തായിരുന്നില്ല, ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. അതാണ് നേരായ പാത. അല്ലേ? ചൊവ്വായ പാത അതാണ്. പിന്നെ അതുപോലെ എന്നിട്ട് പിന്നെ അടുത്ത ആയത്ത് നോക്കിക്കോ, 136-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ഖൂലു, നിങ്ങൾ പറയുക, ആമന്നാ ബില്ലാ, അല്ലേ? അള്ളാഹുൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് അവതരിച്ചതിലും, വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലേ? മുസ്ലിങ്ങളെ വിശ്വാസമാണ് ഇത്. മുസ്ലിങ്ങളെ വിശ്വാസമാണ് ഇവിടെ അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് പിന്നെ ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, എല്ലാ സന്തതി പരമ്പരകളും, അതുപോലെ മൂസ, ഈസ, അങ്ങനെ ഏതെല്ലാം നബിമാർക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ ഞങ്ങൾ എന്താണ്, വിശ്വസിക്കുന്നവരാണല്ലേ? ശരിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ രൂപത്തിൽ പറയാൻ കഴിയൂ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ പിന്നെ ജൂതന്മാർക്കൊന്നും ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ, ക്രിസ്ത്യാനികൾക്കും പറയാൻ കഴിയില്ല, പിന്നെ ജൂതന്മാർക്കും പറയാൻ കഴിയില്ല. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരൊക്കെ എന്താണ്, നമ്മളെ പ്രവാചകന്മാരാണ്. അല്ലേ? നമ്മൾ അംഗീകരിക്കുന്ന പ്രവാചകന്മാരാണ് ഇവരൊക്കെയും. പിന്നെ നമ്മൾ ഇവരിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ ഈമാനിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അല്ലേ? അവരിൽ ഒരാളും നമുക്ക് എന്തില്ല, ഒരു വ്യത്യാസമില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴൊതുങ്ങുന്നവരാണ്, മുസ്ലിങ്ങളാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. ഇപ്പം നമ്മളെ വിശ്വാസം എന്താകണം, കറക്റ്റ് ആകണം. അല്ലേ? ശരിയായ വിശ്വാസമായാലാണ് നമ്മൾ എന്താകൂ, ഇബ്രാഹിമി മില്ലത്തിൻ്റെ ആൾക്കാരായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലാതെ ഇവർ പറയുന്ന പോലെ ജൂതനും ക്രിസ്ത്യാനിയും ആയാലാ പിന്നെ നേർമാർഗം പ്രാപിക്കൂ എന്ന് പറയുന്നതിനെ കൊണ്ട് എന്തില്ല, അതിൽ യാതൊരു ഇതും ഇല്ല. അല്ലെ? അവര് കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അതിന് മുമ്പ് വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത് അവര്? പിന്നെ ഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അല്ലേ? ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടില്ലെങ്കിൽ അല്ലാത്ത ആൾക്കൊന്നും എവിടെ പ്രവേശിക്കാൻ കഴിയില്ലാന്ന്, സ്വർഗത്തിൽ പ്രവേശിക്കൂല. അത് അള്ളാഹു തആല തന്നെ അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്ത്? തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ്, അല്ലാണ്ട് പിന്നെ അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. അല്ലേ? ആരാണ് സ്വർഗാവകാശികൾ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അല്ലേ? അള്ളാഹുൽ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അവരാണെന്ത്? സ്വർഗാവകാശികൾ. അല്ലാതെ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിന്ന് വെച്ചിട്ട് സ്വർഗം കിട്ടുമൊന്നുമില്ല. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അല്ലേ? അവര് പിന്നെ വാദിക്കുന്ന അങ്ങനെയാണല്ലോ. ഈ നസാറാക്കൾ എന്ന് പറയുന്നവർ പറയുന്നത് എന്താ, പിന്നെ അവരുടെ പാപങ്ങൾ മുഴുവനും ആര് ഏറ്റെടുത്ത്? ഈസാ നബി ഏറ്റെടുത്ത് എന്ന് പറയുന്നത്. അല്ലേ? യേശു ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും പേടിക്കണ്ട എന്നുള്ള നിലക്ക്. അതുപോലെ മറ്റവരുടെ വാദം ആ നിലക്ക് തന്നെ വേറൊരു രീതിയിലുള്ളതാണ്. അതായത് ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട നിങ്ങൾ, അഥവാ നരകത്തിൽ സ്പർശിക്കുന്നെങ്കിൽ തന്നെ ഇല്ലേ, 1-2 ദിവസം, കുറഞ്ഞ ദിവസങ്ങളല്ലാതെ പിന്നെ ഉണ്ടാവൂല എന്നും പറയുന്നുണ്ട്. അല്ലേ? അവര് പിന്നെ കാലുലം തൻസനാറു ഇല്ല അയ്യാമ മാതുദാത്ത് പറയുന്നുണ്ടല്ലോ. അല്ലേ? എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ ഞങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയില്ല എന്നുള്ള നിലക്കൊക്കെ അവര് വീമ്പിളക്കുന്ന ആൾക്കാരാണ്. ആര്? ഈ ജൂത ക്രിസ്ത്യാനികൾ. സത്യത്തിൽ പിന്നെ അവര് പിന്നെ അവരെ കുറിച്ച് നമുക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിലേ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ ശരിക്കും നമ്മളില്ലേ ഓരോരുത്തർ പഠിക്കണം, അറിയണം. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. ഇൻഷാ അള്ളാ വരുന്ന മറ്റന്നാൾ ബുധനാഴ്ച എനിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അന്ന് ടോപ്പിക് ഇതാണ്, ഫലസ്തീനും പിന്നെ ഇസ്രായേൽ, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ടതും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള വിഷയത്തിൽ ഇൻഷാ അള്ളാ ഒരു ക്ലാസ് ഉണ്ട്. പരമാവധി ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അള്ളാഹു എളുപ്പാക്കി തരട്ടെ, ആമീൻ. അപ്പം ഞാനിങ്ങനെ എന്നിട്ട് അതുമായിട്ട് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് വെറുതെ ഖുറാനിൽ ഓരോ ആയത്തുകൾ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ തന്നെ ഓരോന്നുണ്ട് വ്യക്തമായ രീതിയിൽ നമുക്ക്. പിന്നെ അള്ളാഹു താല എന്നെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നില്ലേ, 120 ആയത്തിൽ പറയുന്നില്ലേ, എന്താ വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത്തഹും. ജൂതന്മാർ ക്രിസ്ത്യാനികളും നിന്നെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല ഏതുവരെ, ഹത്താ തത്തബിഅ മില്ലത്തഹും അല്ലേ, അവരുടെ പാത പിൻപറ്റുന്നത് വരെ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഞങ്ങള് നിങ്ങളെ ഇതന്നെ ശരി എന്നുള്ള നിലക്ക് അവർ അംഗീകരിക്കാത്ത കാലത്തോളം അവരിങ്ങനെ എന്താ പറയുക ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. മുസ്ലിങ്ങളെ എങ്ങനെ തകർക്കാന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് എന്താകുന്നത് അവർ പ്രവർത്തിക്കുന്നത്. ജൂതന്മാരെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ പല നിലക്കുള്ള തന്ത്രങ്ങൾ അവരിങ്ങനെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അവിടെയൊക്കെ നമുക്ക് സ്ട്രോങ് ആയ നിലപാടുകൾ എടുക്കാനും നമുക്ക് വിജയവും രക്ഷയും കിട്ടണമെങ്കിലുണ്ടല്ലോ, നമ്മളെ ഇസ്ലാമിൻ്റെ ആ ഒരു അന്തസ്സത്ത ഉണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ആ കാതലായ ആ ഒരു അതിൽ നമ്മൾ ഉറക്കണം അല്ലേ. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയും ഖാല ലഹു റബ്ബുഹു അസ്ലിം അല്ലേ. അപ്പൊ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ റബ്ബിൽ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു അല്ലേ. പരിപൂർണമായ മുസ്ലിം ആകാൻ നമുക്ക് സാധിക്കണം. എല്ലാ നിലക്കും നമുക്ക് നല്ല ഈമാനുള്ള, നല്ല ഇസ്സത്തുള്ള, നല്ല തഖ്വയുള്ള, നല്ല ഇഹ്സാനുള്ള നല്ല മുസ്ലിമീങ്ങളാകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലല്ലേ ഒരു സംശയവും വേണ്ട. ശരിക്കും നമ്മൾ പലപ്പോഴും ഇപ്പോൾ നാമമാത്ര മുസ്ലിങ്ങളായി മാറുന്ന ഒരവസ്ഥയാണ് അല്ലെ. പേരിന് മുസ്ലിം എല്ലാവരും ചെയ്യുന്ന, പ്രത്യേകിച്ച് ജൂതനസാറാക്കളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കുത്തിക്കയറ്റിയിട്ട് ചെയ്യുന്നത്, ശരിക്കും ചെയ്യിക്കുന്നത് ആരാ? അവര് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊന്നും കുഴപ്പമില്ല അല്ലേ, അതിനെന്താ കുഴപ്പം, അതൊന്നും പ്രശ്നം, അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലക്കേക്ക് ആക്കി തീർക്കേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാം കൊണ്ടുവരും, എല്ലാ നിലക്കും നമ്മളെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കഠിനമായി പരിശ്രമിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, അവരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ട് സൂറത്തു നൂറിൻ്റെ 55 ആയത്തിൽ. അള്ളാഹു താല എന്താ പറഞ്ഞതെന്നറിയാം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിന്, കരാർ ചെയ്തിന്. എന്താ അറിയോ, ആരോടാന്നറിയാം, അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. എന്തെന്നറിയോ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം തരുന്നു, അധികാരാവകാശങ്ങൾ നമുക്ക് തരും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നൽകിയതുപോലെ, പ്രാതിനിധ്യം നൽകിയതുപോലെ. ഖിലാഫത്ത്, ശരിക്കും ഈ വാഗ്ദാനം അള്ളാഹു പാലിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇസ്ലാമിന് അള്ളാഹു ഒരുപാട് വിജയങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ നമുക്കറിയില്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇസ്ലാമിനുണ്ടായ വിജയങ്ങൾ എത്രയാണെന്നറിയോ. അത്രയും ഇസ്ലാമിന് വേണ്ടി നീതിപൂർവകമായ ഒരു ഭരണം നടത്തിയ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു ഇസ്ലാം അല്ലേ. നല്ല അധികാരം, പുറത്താക്കിയ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ നാട്ടിലെ അധികാരം അള്ളാഹു ഇസ്ലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലേ. സുബ്ഹാനല്ലാഹ്.
അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പം നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം, നമുക്കാകാൻ കഴിയണം. അങ്ങനെ ആയാലാണ് അള്ളാഹു എന്ത് തരാ, വലയുമക്കിനന്ന ലഹും ദീനഹും ഉല്ലദി ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അല്ലേ, നമുക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മളെ ദീന് നമുക്ക് തരും. അതുപോലെ നമുക്ക് ഭയത്തിന് ശേഷം നിർഭയത്വം തരും. നിർഭയത്വത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. പിന്നെ അവിടെ എന്താ അള്ളാഹു പറയുന്നത്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ. എന്നെ ആരാധിക്കാൻ, എന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, എന്ത്, ശിർക്കില്ലാതെ. അതേ അള്ളാഹ് ആവശ്യപ്പെടുന്നുള്ളൂ, അതേ വേണ്ടു. പക്ഷെ ഇന്നിപ്പോ പിന്നെ എന്താ പറയാ, ഇന്നിപ്പോ ഫലസ്തീന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പോലും ഇല്ലാത്ത കുറേ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് അല്ലേ, ഇത് 25,000 പ്രാവശ്യം ഓരോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത്, ഇത് 25 ലക്ഷം, പിന്നെ 25 കോടി എന്തെല്ലോ കാണുന്നല്ല. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത ഓരോന്ന് കൊണ്ടാന്നിട്ട് ഇതെല്ലാം എന്താ പറയാ, പിന്നെ ഈ പറഞ്ഞ ജൂതന്മാരെ ഓരോ കുതന്ത്രങ്ങളാണ്. ഇസ്ലാമിൽ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കൊട്ടിക്കൊട്ടിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ബിദാത്ത് ചെയ്യിപ്പിക്കും നമ്മൾ. അന്നേരം പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാർ വിചാരിക്കും, ഓ അത് നല്ലൊരു കാര്യമല്ലേ, ഒരു ഖുർആൻ ഓതുന്നതല്ലേ, ഒരു സലാത്ത് ചെല്ലുന്നതല്ലേ, അല്ലേ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ട് അവരങ്ങനെ ചെയ്യും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, അല്ലേ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ് എന്ന് നമ്മളും സ്വയം ചിന്തിക്കുക. ശരിക്കും ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇല്ലേ, നമുക്ക് ഇത് മാറാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണാം. നമ്മളൊന്ന് നന്നായിക്കൂടെ, നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിക്കൂടെ, അല്ലേ. നമുക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആ ഒരു അന്തസ്സത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിച്ചൂടെ. നമ്മളിങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടുന്നെന്ന് പറഞ്ഞ പോലെ, പിന്നെ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ ഒഴുകുന്ന ചണ്ടികളെ പോലെ ആയാൽ മതിയോ, പോരാ, അല്ലേ. നമുക്ക് നല്ല ദീൻ ഉൾക്കൊണ്ടിട്ട് നല്ല മുസ്ലിമീങ്ങളാകണ്ടേ, എന്നാലല്ലേ അള്ള പറഞ്ഞ ഈ വാഗ്ദാനം അള്ള പാലിക്കുക. പക്ഷെ പിന്നെയും നിഷേധം തന്നെ, അല്ലേ. അള്ളാഹ് പറഞ്ഞതനുസരിക്കാതെ ആരൊക്കെയോ പറയുന്നത് ദീനിൽ കടത്തിക്കൂട്ടിയിട്ട് ദീനാന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ പലതും ചെയ്തു കൂട്ടുന്നൊരവസ്ഥ. ചിലതൊക്കെ ദീനിന്റെ പേരിലല്ല, നാട്ടു നടപ്പ് എന്നുള്ള നിലക്ക്, ചിലതൊക്കെ ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. അല്ല, അതെല്ലാം നിഷേധത്തിൽ വരൂ. നമ്മൾ വിചാരിക്കണ്ട കുഫ്ർ കാഫർ എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയല്ല. നമ്മൾ പേര് മുസ്ലിം, പിന്നെ എങ്ങനെ മുസ്ലിമായി ജീവിക്കുന്നു, 5 നേരം നിസ്കരിക്കുന്നു, അങ്ങനെ ഖുർആനെല്ലാം ഓതുന്നു, അങ്ങനെല്ലാം ചെയ്യുന്നു. പക്ഷെ എന്നിട്ട് ഇല്ലാത്ത എന്താ പറയുക, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ എന്ത് വിശ്വാസമാണ്, എന്ത് മുസ്ലിമാണ്, അല്ലേ. നമ്മളെപ്പോഴും നമ്മളെന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹിൻ്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലാണ്ട് ജനങ്ങളെ തൃപ്തിയല്ല, അല്ലേ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പം നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുക, നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു മാറ്റത്തിന് നമ്മൾ ഒരുങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വിധേയമാക്കി ഏറ്റവും നല്ല, അല്ലേ, ദുഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഓട്ടിപ്പോയല്ലേ, എന്താ പറഞ്ഞത്, അല്ലയോ വേദക്കാരെ, ലിമ തുഹാജൂന ഫീ ഇബ്രാഹിം, നിങ്ങൾ എന്തിനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇങ്ങനെ ന്യായവാദം നടത്തുന്നത്, തർക്കിക്കുന്നത്. വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇഞ്ചീലു ഇല്ലാ മിൻ ബഅദിഹി, തൗറാത്തും ഇഞ്ചീലും അദ്ദേഹത്തിന് ശേഷമല്ലാതെ ഇറക്കിയിട്ടില്ല, അല്ലേ. അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഒന്ന് ചിന്തിച്ചൂടെ, അല്ലേ. ചിന്തിക്കാനുള്ളതല്ലേ ഉള്ളൂ, അല്ലേ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഹാ അൻതും ഹാ ഉലായി ഹാജത്തും ഫീമാ ലക്കും ബിഹി ഇൽം ഫലിമ തുഹാജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം. നിങ്ങൾ
പിന്നെ എന്താണ്, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ തർക്കിച്ചു. ഇനി നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ എന്തിനാ തർക്കിക്കുന്നത്? അത് അള്ളാഹിന്റെ ഒരു ചോദ്യമാണ് അല്ലേ. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, വ അൻതും നിങ്ങളാകട്ടെ ലാ തഅലമൂൻ, നിങ്ങൾക്ക് എന്താ ഒന്നും അറിയൂല, നിങ്ങൾക്ക് അറിയേയില്ല. അറിയൂല എന്നാണ് അറിയൂല, അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ. എന്നിട്ട് അള്ളാഹ് വീണ്ടും ആവർത്തിച്ച് പറയും, ആവർത്തിച്ച് അടുത്ത ആയത്തും കൂടി പറഞ്ഞാൽ നമുക്കിത് പൂർത്തിയാക്കാം. മാ കാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്രാനിയ, യഹൂദിയം വലാ നസ്രാനിയ. മാ കാന ഇബ്രാഹിം, ഇബ്രാഹിം അല്ല അല്ലെ, ഇബ്രാഹിം ആയിരുന്നില്ല. യഹൂദിയൻ, യഹൂദി ആയിരുന്നില്ല. വലാ നസ്രാനിയൻ, നസ്രാനി ആയിട്ടില്ല. ക്രിസ്ത്യാനിയും അല്ല, ജൂതനും അല്ല, ക്രിസ്ത്യാനിയും അല്ല. വലാകിൻ, പക്ഷേ അദ്ദേഹമായിരുന്നു, കാന ഹനീഫൻ മുസ്ലിമ, ഹനീഫൻ മുസ്ലിമ. ഹനീഫ് അല്ലെ, ഋജുമാനസൻ, എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരാളായിരുന്നു ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, വമാ കാന അദ്ദേഹം ആയിരുന്നതുമില്ല, മിനൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനുമായിരുന്നില്ല. അപ്പം പിന്നെ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും വരുന്നതിൻ്റെ എത്രയോ കാലം മുമ്പ് വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാർഗത്തെക്കുറിച്ച് തർക്കം നടത്തുന്നതിന് എന്തവകാശം അവർക്കുള്ളത് അല്ലേ? എല്ലാ സത്യാവസ്ഥ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം അല്ലേ. ഇബ്രാഹിം നബി ഒരിക്കലും എന്തല്ല, ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല. പിന്നെ അതുപോലെ മുശ്രിക്കും അല്ല. അതായത് അറബികൾ അന്നത്തെ അല്ലെ, ഈ ഒരു പിന്നെ ആയത്തുകൾ അവതരിക്കുന്ന കാലഘട്ടത്തിലെ അറബ്സ് എന്ന് പറയുന്നത് എന്താണ്? അവർ മുശ്രിക്കാണ്, മുശ്രിക്കീങ്ങളാണ് അല്ലേ. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം പിന്നെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ മുശ്രിക്കാണ്. പക്ഷെ ഇബ്രാഹിം നബി എന്തല്ല, മുശ്രിക്കും ആയിരുന്നില്ല. അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അദ്ദേഹം യഹൂദനല്ല, ക്രിസ്ത്യാനിയല്ല, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല അല്ലേ. അദ്ദേഹത്തിന് ഒരു പിന്നെ ഇതുമില്ല, വക്രബുദ്ധിയും ഇല്ല അല്ലെ. നേരായ മാർഗത്തിന്റെ ശുദ്ധ ഹൃദയനായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിൽ കീഴൊതുങ്ങി ജീവിച്ച ഒരു മുസ്ലിമായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അടുപ്പം അവകാശപ്പെടാനുള്ള അർഹത അവർക്കില്ല എന്നാണ് അള്ളാഹു തആല ഇവിടെ വ്യക്തമാക്കി തരുന്നത്. അവർക്കൊരവകാശവും ഇല്ല. എന്നാൽ ആർക്കാ അവകാശം ഉള്ളത് എന്ന് പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ. അതിപ്പം എടുക്കണ അല്ല, പിന്നെ എടുത്താൽ മതി. പഠിക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഓക്കെ മൂന്നായത്ത് എന്തായാലും പഠിക്കണം ഇൻഷാ അല്ലാ. ബാക്കി മൂന്നായത്ത് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് പഠിക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഇതെല്ലാം ഇല്ലേ, വേഗം പഠിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതല്ലേ, പെട്ടെന്ന് പോയി പഠിക്കാൻ കഴിയും തോന്നുന്നു. പിന്നെ അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, വത്തബഉ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ പിൻപറ്റേണ്ടത് ആരുടെ മില്ലത്താണെന്ന് പറയുന്നത്? ഇബ്രാഹിമി മില്ലത്താണ്. ഇബ്രാഹിമി മില്ലത്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പറയുന്നുണ്ട് അല്ലേ. ഇബ്രാഹിമി മില്ലത്ത്. പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത ആയത്തും കൂടി പറയാം, എന്നിട്ട് നമുക്ക് ആ ഒരു കാര്യം വിശദീകരിക്കാം ഇൻഷാ അല്ലാ. ഇന്ന ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന ഇത്തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. എന്താ പറയുന്നത്? ഇന്ന ഔലന്നാസ്, മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആള് ആരുമായിട്ട്? ബി ഇബ്രാഹിമിനോട്. ഇബ്രാഹിമുമായിട്ട് മനുഷ്യന്മാരിൽ പിന്നെ ഏറ്റവും
കൂടുതൽ പിന്നെ ബന്ധമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയ ഒരു ആൾക്കാരും, വഹാദൻ നബിയു, ഈ നബിയും, വല്ലദീന ആമനു, അതിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ അർഹതപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? ലല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റിയ ആൾക്കാരുണ്ടല്ലോ അല്ലേ, അവരും, വഹാദൻ നബിയും, ഈ നബിയും. ആരാ ഈ നബി? നമ്മുടെ അല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും, വല്ലദീന ആമനു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ള സത്യവിശ്വാസികളുമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മളെ സ്വന്തം ആളാണ് ആര്? നമ്മളെ സ്വന്തം ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ സ്വന്തം ആളാണ് അല്ലേ. ഇബ്രാഹിമി മില്ലത്ത്. നമുക്ക് പിന്നെ ശരിക്കും മക്കത്ത് പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മൾ ഇബ്രാഹിം നബി ആയിട്ടുള്ള ബന്ധം. ശരിക്കും അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഓരോ ചരിത്രങ്ങളും നമ്മളെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. നമ്മളെ ജീവിതത്തിൽ നമുക്ക് പിന്നെ മാതൃകയാക്കാൻ പറ്റിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാക്കിയ ആ മില്ലത്ത്, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെതാണ്. അതാണ് നമ്മൾ എന്താക്കേണ്ടത്? ഫോളോ ചെയ്യേണ്ടത് അല്ലേ. ഒരു തരത്തിലും എന്തില്ല, ഒരു ന്യൂനതയും പറയാനില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ. അതാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ആയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ അല്ലാഹ് പറഞ്ഞല്ലോ, എന്താണ്? വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. അപ്പൊ ഈ മുഅ്മിനീൻ പറഞ്ഞല്ലോ, വഹാദൻ നബിയു വല്ലദീന ആമനു, നബിയും നബിയിൽ വിശ്വസിച്ച ആളുകളും. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം എന്താക്കണം, ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ശരിക്കും ഇസ്ലാമിന് പ്രതാപവും ശക്തിയും ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് ആ ഇസ്സത്ത്, അവർ ആ മതത്തിൻ്റെ ആ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ച് ജീവിച്ചിരുന്ന കാലത്താണ്. ഇസ്ലാമിൽ വിജയങ്ങൾ ഉണ്ടായത്, ശത്രു സൈന്യങ്ങൾ മുസ്ലിങ്ങളെ ഭയപ്പെട്ടതൊക്കെ എപ്പോഴാണെന്നറിയോ? അന്ന് ഇസ്ലാമിലെ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ നല്ല ഈമാനുള്ളവരായിരുന്നു. നമുക്കറിയാം അല്ലേ, ഒരു യുദ്ധത്തിൻ്റെ അവസരത്തിൽ, ഏത് യുദ്ധം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ശത്രു സൈന്യത്തിലെ ആൾക്കാർ ഇങ്ങനെ ചാരന്മാരയക്കും, മുസ്ലിങ്ങളെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മുസ്ലിങ്ങളെ സൈന്യങ്ങളുടെ ടെൻറ്റുകളൊക്കെ ഒന്നിങ്ങനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാരന്മാർ വരും. അപ്പോൾ അവർ കാണുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, രാത്രി സമയങ്ങളിൽ മുസ്ലിങ്ങളായ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് റബ്ബിനെ മുമ്പിൽ ഇങ്ങനെ നമസ്കരിക്കുന്ന ആൾക്കാരായിട്ട് കാണും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു കാഴ്ച അവർ കണ്ടിട്ട് അവർ തിരിച്ചു പോയിട്ട് പറയുന്നുണ്ട്, നമുക്ക് അവരെ വിജയിച്ചടക്കാൻ കഴിയൂല, അവരെ പരാജയപ്പെടുത്താൻ കഴിയൂല. അപ്പോൾ അവർ ചോദിക്കുക, എന്താണ്? അവരെ കയ്യിൽ ശക്തമായ ആയുധമുണ്ട്, രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം എന്ന് പറയുന്നത് അല്ലേ, ശരിക്കും പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയോട്ടെ. സോഷ്യൽ അല്ല, ഒരു മിനിറ്റ്. അപ്പം ഇന്ന് മുസ്ലിങ്ങളെ പിന്നെ ശക്തി എന്ന് പറയുന്നത് അതൊക്കെയായിരുന്നു. പിന്നെ ശരിക്കും നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ അറിയോ, ഈ രാത്രി നമസ്കാരം എന്ന് പറയുന്നതില്ലേ, നമുക്ക് പിന്നെ ആ സമയത്ത് നല്ല ഉറക്കമുണ്ടാകുന്ന, നല്ലോണം ഉറങ്ങി പുതച്ചുറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണല്ലേ ശരിക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല ഈമാനുള്ളവർക്ക് കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ കുറേ ദീർഘമായി നമസ്കരിക്കാനൊക്കെ കഴിയണമെങ്കിൽ നല്ല ഈമാൻ വേണം. ഈമാൻ എന്ന് വെച്ചാൽ അള്ളാഹിനോടുള്ള ഒരു അടുപ്പം, പടച്ചോനേ എന്നുള്ള
ഒരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവില്ലേ, ആ ഒരു ഭയങ്കര ഇഷ്ടവും സാമീപ്യവും. എൻ്റെ റബ്ബ് ഇറങ്ങി വരുന്ന സമയമാണ്, എൻ്റെ റബ്ബ് ചോദിച്ച ഉത്തരം തരാന്ന് പറഞ്ഞ സമയമാണ്, പാപങ്ങൾ പുറത്തുതരാന്ന് പറഞ്ഞ സമയമാണ് അല്ലേ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫർളുസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് നല്ല ഒരു ഇഷ്ടത്തോടെ സന്തോഷത്തോടെയൊക്കെ എഴുന്നേറ്റ് കുറേ ദീർഘനേരം നിന്ന് ഖുർആനൊക്കെ ഓതി കുറേ ദുആയെല്ലാം ചെയ്ത് നിസ്കരിക്കാനൊക്കെ കഴിയണമെങ്കിൽ എന്ത് വേണം, നല്ല ഈമാൻ വേണം അല്ലേ. അല്ലെങ്കിലുള്ള നിസ്കാരം എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ക്ലാസ്സെല്ലാം ഇത്രയും കേട്ടിട്ട് എങ്ങനെ തഹജ്ജുദിൽ എണീക്കാണ്ടിരിക്കുക അല്ലേ, തഹജ്ജുദ് നിസ്കരിക്കാണ്ടിരിക്കുക, എങ്ങനെ ഇപ്പം എണീക്കാണ്ടിരിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് സുബഹിയോടടുത്ത കുറഞ്ഞ സമയം വേഗം എണീച്ച് തൽക്കാലം കുഴപ്പമില്ല അത്രയെങ്കിലും അത്ര അങ്ങനെ നിസ്കരിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ നമ്മളും എൻ്റെ അവസ്ഥ തന്നെ ഞാൻ വേണമെങ്കിൽ പറയുന്നതെന്ന് വിചാരിച്ചോ. വെച്ചാൽ നമുക്ക് നമുക്ക് അതെ, നമുക്ക് മടിയാണ് ശരിക്കും പറഞ്ഞാൽ, ഭയങ്കര അലസതയാണ്. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും അൽഹംദുലില്ലാഹ് അത്രയെങ്കിലും അത്ര ആവട്ടെ, തീരെ ഒന്നും ഇല്ലാണ്ടിരിക്കണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കുന്നതാണ് എഴുന്നേറ്റ് അല്ലേ നിസ്കരിക്കും. ചിലപ്പോൾ 3 അല്ലേ, കൂടിപ്പോയാൽ 5, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാരെല്ലാം വിരളായിരിക്കും എന്തായാലും. പിന്നെ ഉണ്ടാവും ഇല്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ, അങ്ങനെയൊക്കെ നിസ്കരിക്കുന്നവരിലുണ്ട് മാഷാ അല്ലാഹ്. നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ, നല്ല നേരത്തെ എഴുന്നേറ്റ് നല്ല കൃത്യനിഷ്ഠയോടെ നല്ല ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇഷ്ടത്തോടൊക്കെ എഴുന്നേറ്റ് ഒരുപാട് ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നവരൊക്കെ ഉണ്ട് മാഷാ അല്ലാഹ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, രണ്ട് നിസ്കരിക്കാം, പിന്നെ വിത്ർ ഒറ്റയാക്കുമ്പോ പിന്നെ ഒറ്റയിൽ അവസാനിപ്പിക്കണല്ലോ, അപ്പോ പിന്നെ 3 ആവൂലേ. ആ 3 ആവും, അങ്ങനെ മതി. അങ്ങനെയാണ്. ശരി, ഞാൻ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ ഒരു ഈമാൻ ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു ഈമാൻ കിട്ടുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ, റബ്ബിനോട് അതിയായ മുഹബ്ബത്തിൽ അതിയായ ഒരു ഇഷ്ടം നമുക്ക് വന്നിട്ട്, നിസ്കാരത്തിനോടെല്ലാം നല്ലൊരു താല്പര്യം വന്നിട്ട്, ആ ഒരു ഉന്മേഷത്തോടെ സന്തോഷം, റബ്ബിന് മുമ്പിൽ നിൽക്കാനുള്ള ഒരു അവസരമാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ ഇഷ്ടത്തോടൊക്കെ നിസ്കരിക്കുന്ന രീതിയിലേക്ക് ആയാലാണ് നമ്മൾ ശരിക്കും എന്താകുന്നത്, ഈ പറഞ്ഞ രീതിയിലുള്ള ഇബ്രാഹിമിൻ്റെ ഹനീഫ മുസ്ലിമനെല്ലാം നമുക്ക് ആകാൻ കഴിയും. കാരണം ഇബ്രാഹിം നബി അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ അപ്പുറം ഇപ്പുറം ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മളെല്ലാം എത്രയോ കുറേ ചിന്തിച്ച് ആലോചിച്ച് അല്ലേ, തിരിഞ്ഞും മറിഞ്ഞ് കുറേ ഉരുണ്ട് അങ്ങനെയാണ് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പോകാൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി അല്ലേ. അന്നേരം പിഞ്ചു കുഞ്ഞ്, പിന്നെ പ്രിയതമ, മരുഭൂമി, ജനവാസം ഇല്ല, ഒന്നും നോക്കിയിട്ടില്ല, അള്ളാഹ് പറഞ്ഞ് പോയി, അത്ര തന്നെ അല്ലേ. പിന്നെ ബലിയെറുക്കാൻ പറയുന്നു, കൊണ്ടുപോയി, സുബ്ഹാനല്ലാഹ് അല്ലേ. ഇങ്ങനൊക്കെ ഈ രൂപത്തിലൊക്കെ കീഴ്പ്പെടാന്ന് പറയുമ്പോൾ നമുക്കിന്ന് പിന്നെന്താ പറയുക, നമുക്ക് പലതും നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ഇന്നത്തെ ലോകത്ത്. പലതും നമുക്ക് കഴിയുന്നില്ല. എന്താ അതിപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും പങ്കെടുക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുക അല്ലേ. ഇപ്പം നാട്ടിൽ ഇങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് മാറി അല്ലെ, അതിങ്ങനെ ശരിയാകാൻ കുറേ ആൾക്കാർ, കുറേ അഭിപ്രായം, പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി എന്താവും, ഇബ്ലീസ് വിജയിക്കും. അങ്ങനെയാണ് പലപ്പോഴും ശൈത്താനിന് എന്ത് കൊടുക്കുന്നത്, വിജയം കൊടുക്കും. അതെ, ശൈത്താനെ വിജയിപ്പിക്കുന്ന ഒരു പരിതസ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടാകുക, പിന്നെ എങ്ങനെയാ മുസ്ലിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകുക അല്ലേ. അത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശക്തിയും പ്രതാപവും ഇസ്സത്തും ഒക്കെ കിട്ടണമെങ്കിൽ മുസ്ലിം ആകണം, നമ്മൾ മുസ്ലിം ആവണം, നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഇബ്രാഹിം നബിൻ്റെ ആൾക്കാരാകാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിന്നെ അനുയായി ആകാനൊക്കെ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെയും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ എടുത്ത ആയത്തുകൾ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എനിക്കും
പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതം ആ രീതിയിൽ തിട്ടപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിഷമിക്കും, നമ്മൾ കരയും, പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ചിന്ത നമ്മളിലേക്ക് ചിന്തിക്കുക, നമ്മളാണിപ്പോൾ ആ ഒരു പ്രദേശത്ത്, നമ്മളാണ് അവിടെയെങ്കിൽ, നമ്മളാണ് മരിച്ചു വീഴുന്നതെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അത് ചിന്തിച്ചാൽ മതി. ഞാൻ ഇന്ന് മരിച്ചാൽ അല്ലെ, എൻ്റെ ആഖിറ എന്തായിരിക്കും? നമുക്ക് സേഫായിട്ട് നമുക്ക് മരിക്കാൻ കഴിയും? നമ്മൾ വന്നുകൂടായികയില്ല അല്ലെ, ഇത്തരം പ്രതിസന്ധികൾ ഇവിടെ എവിടെ വന്നുകൂടാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നിർഭയത്വമുള്ള രാജ്യമാക്കി അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ. ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് കൊണ്ടുവരണം അല്ലേ? ഈ ദുനിയാവിൽ ഇസ്ലാമിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇസ്സത്ത് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് എത്രത്തോളം നന്നാകാൻ പറ്റുമോ അല്ലെ, അത്രത്തോളം ഏറ്റവും ബെസ്റ്റ് ആകാൻ നമ്മളെ കർമ്മങ്ങൾ കൊണ്ടും നമ്മളെ വാക്കുകൾ കൊണ്ടും പിന്നെ എല്ലാ നിലക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് മുസ്ലിം ആകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ലാത്തതാണ് ആര്? ഇവരെ പോലെ, ഈ ജൂതന്മാരെ പോലെ, നസാറാക്കളെ പോലെ നമ്മൾ ആകാനേ പാടില്ല. അത് നമ്മളെ ആവർത്തിച്ച് അല്ലാഹു തആല ഉണർത്തി തരുന്നത് സൂറത്തുൽ ബഖറയിലൂടെ ആകട്ടെ, ഇപ്പൊ സൂറത്തുൽ ആൽ ഇംറാനിലൂടെ ആകട്ടെ, അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അവരെ പോലെ ആകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ വിശ്വാസം യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നമ്മളത്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ നമുക്കറിയാലേ, സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞില്ലേ 214-ാമത്തെ ആയത്ത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലേ, നിങ്ങൾ അങ്ങനെ വേഗം അങ്ങ് സ്വർഗ്ഗത്തിൽ പോയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നു പോയിട്ടുള്ള മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാ, അല്ലേ, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതൊന്നും നേടാണ്ട് നിങ്ങൾക്ക് വേഗം അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ പക്ഷെ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അത് അടുത്ത് തന്നെ ഉണ്ട്. അള്ളാഹ് സഹായിക്കും എന്നാണ്, അള്ളാഹ് സഹായിക്കും. അള്ളാഹിന്റെ വാഗ്ദാനം അത് ഒരിക്കലും അള്ളാഹു ഉണ്ടാക്കൂല, ലംഘിക്കൂല. ഇപ്പൊ നമ്മൾ ശരിയായാൽ മതി. നമ്മളൊന്ന് ശരിക്കൊന്ന് ശരിയാകണം. നമ്മളെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമാകാൻ നമ്മൾ പരിശ്രമിക്കുക. അതായത് നമ്മൾ അവർക്ക് അനുകൂലമാകാനല്ല, നമ്മൾ ഇസ്ലാമിന് അനുകൂലമായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. എല്ലാ അനാചാരങ്ങളിൽ നിന്നും പിന്നെ ദുരാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താക്കണ്ട, പോയി തലയിടണ്ട. സംശയമുള്ളതൊക്കെ ഒഴിവാക്കുക. സംശയമില്ലാത്തതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കൊന്നും കൂടി ആയത്തുകൾ അർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബ്, അലയോ വേദക്കാരെ, ലിമ തുഹാജൂന ഫീ ഇബ്രാഹിം, നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ന്യായവാദം തർക്കം നടത്തുന്നത്? വമാ ഉൻസിലത്തി തൗറാത്ത് വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി, തൗറാത്തും ഇൻജീലും അദ്ദേഹത്തിന് ശേഷമല്ലാതെ ഇറക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അഫലാ തഖിലൂൻ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഹാ അൻതും ഹൗലാഇ ഹാജത്തും ഫീമാ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് അറിവുള്ള വിഷയത്തിൽ നിങ്ങൾ എന്താക്കുന്നുണ്ട്? നിങ്ങൾ ന്യായവാദം നടത്തുന്നുണ്ട്. ഫലിമ തുഹാജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൽ പിന്നെ തർക്കം നടത്തുന്നത്, ന്യായവാദം നടത്തുന്നത്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു, നിങ്ങൾക്കാകട്ടെ അറിയൂല, ഒന്നും അറിയൂല. മാ കാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ, ഇബ്രാഹിം ഒരിക്കലും യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, എന്നാൽ അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. നമ്മളും ഈ ശുദ്ധ മനസ്ഥിതിയുടെ ആൾക്കാരാകാനാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന് കീഴ്പ്പെട്ട ശുദ്ധ മനസ്കതിയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം, അല്ലേ? വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനുമായിരുന്നില്ല. അപ്പം ഷിർക്ക്
ആവർത്തിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്ന ഓരോ ആയത്തുകളിലും അല്ലാഹു തആല ഷിർക്കിന്റെ ആ ഗൗരവം നമ്മളെ ഉണർത്തുന്നുണ്ട്. അതൊരിക്കലും ഒരു തരി പോലും നമ്മളിൽ വന്നു പോകാൻ പാടില്ല എന്നുള്ള ആ കാര്യവും വീണ്ടും 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 ഉണർത്തി നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം അല്ലാഹു തആല തന്ന് അതിനു വേണ്ടിയാണ് അല്ലാഹു ഈ പറഞ്ഞ പ്രവാചകന്മാരെ അത്രയും നിയോഗിച്ചത് അല്ലെ. എന്നിട്ടും പിന്നെയും ഷിർക്കൻ വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അല്ലാഹു എല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ തഖ്വയുള്ളവരായി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ഉള്ളതാക്കി തീർക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ സദാ വർഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ തള്ളിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ നീ പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ പൂർണ്ണമായും ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ ലോക മുസ്ലിമീങ്ങളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ യഥാർത്ഥ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുത്തഖിയായി മുഹ്സിനായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന അവസരം റഹ്മാനായ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് തിന്മകളെല്ലാം നീ മാപ്പാക്കി പരിപൂർണമായും ക്ലിയർ ആയിട്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല ആഫിയത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെയും വീടുകളിൽ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ കുടുംബങ്ങളിൽ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് നീ സഹായം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവിടെ പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും റഹ്മാനായ റബ്ബേ നീ ആശ്വാസം പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്ക് സമാധാനപൂർണമായ സ്വസ്ഥത നിറഞ്ഞൊരു ജീവിതം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരെയും നീ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. മുസ്ലിങ്ങളെ ശത്രുക്കളെ നീ ശയിപ്പിക്കണേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ടും മറ്റു പ്രയാസപ്പെടുന്നു റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ രോഗശമനവും ശിഫയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ അവരുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകണേ അല്ലാ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുന്നതാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين 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 برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك